നമ്മുടെ എല്ലാം ഫോണിൽ ഇങ്ങനൊരു ഗ്രൂപ്പ് കാണും. എന്നൊക്കെയോ പോവാൻ ആഗ്രഹിച്ച് ടൂറുകളൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ഞങ്ങൾക്കും ഉണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ്. പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ അത് പൂർത്തിയാക്കിയിട്ടേ ഞങ്ങൾ പിന്നെ തിരിച്ചു വരും. അങ്ങനെ എവിടുന്നുമില്ലാതെ പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു ചിന്ത ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നു. ഇവിടെ നമുക്കേ അവിടെ പോയാലോ? എവിടാന്ന് ഞാൻ ടൂറിന് പോകുന്ന കാര്യം പറഞ്ഞേ. എങ്ങോട്ടാ പോകുന്നേ? അളിയൻസിനോട് എല്ലാവരും ചോദിച്ചിട്ട് എന്തെന്ന് പറ. പോയാലോ? എവിടാ ഇവിടെ ഇപ്പൊ പോകുന്നേ? ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്ക് തിരുവനന്തപുരം റൂട്ട് പിടിച്ചാലോ? നോക്കാം, അളിയൻസിനോടൊക്കെ അത് ചോദിച്ചു നോക്കാം. അങ്ങനെ പല പല സ്ഥലങ്ങളും അതിൻ്റേതായ ആശയക്കുഴപ്പങ്ങളും റൂം കിട്ടാത്ത ബുദ്ധിമുട്ടുകളും ഒക്കെയായി ഈ ചർച്ച തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരാൾ വന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തുതീർപ്പാക്കി തന്നു. എല്ലാവരും ശ്രദ്ധയ്ക്ക്, ഞാൻ റൂം പറഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി അവർ കുറച്ച് ബിസി ആയിട്ടിരിക്കുന്നുണ്ടെങ്കിലാണ് ഡീറ്റെയിൽസ് ഇട്ട് തരാത്തത്. ഇപ്പോഴും ഞാൻ വിളിച്ചു. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കുക. അങ്ങനെ അതും തീരുമാനമായി. ഇനി ഇവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രം താമസം. നമ്മുടെ കഴിഞ്ഞ യാത്രയിലെ വാഹനം തന്നെയാണ് നമ്മുടെ ഈ യാത്രയിലും വന്നിരിക്കുന്നത്. സെന്റ് തോമസ് ട്രാവൽസ് കുളത്തൂപ്പുഴ. അതിന്റെ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട മിഥുനെ ഈ യാത്രയിൽ കഴിഞ്ഞ യാത്രയിലെ വികാരി തന്നെയാണ് പ്രിയപ്പെട്ട സ്റ്റാലിൻ അച്ഛൻ. നമ്മോട് ഇഴയടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ് പ്രിയപ്പെട്ട അച്ഛൻ. നമ്മളുടെ കുസൃതിക്കും നമ്മുടെ കുരുത്തക്കേടുകൾക്കും കൂട്ടുനിന്നുകൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നു. പലപ്പോഴും ഒഴിവാക്കാൻ നോക്കിയതാണ്, എന്നാൽ നമ്മൾ എല്ലാവരും കൂടെ കയറ് മുറുക്കിയതുകൊണ്ടാണ് ഇന്നത്തെ യാത്രയിൽ പ്രിയപ്പെട്ട അച്ഛൻ കുടുംബമായി പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട സ്റ്റാലിൻ അച്ഛൻ ഈ ഗ്രൂപ്പിലേക്ക് കൃത്യമായ സ്വാഗതം. അടുത്ത താരം ആരായിരിക്കും? സ്റ്റാലിനച്ഛൻ കഴിയുമ്പോൾ അടുത്ത താരം ആരായിരിക്കും? പ്രിയ, നമ്മൾ കൊച്ചെന്ന് വിളിക്കുന്ന സോണി കൊച്ചമ്മ. വാഴക്കൊല എന്ന് അറിയപ്പെടും. ആ വാർഷികം കൊണ്ടാടിയിട്ട് വാഴക്കൊലയുടെ ചെലവ് തരുന്നതാണ്. ഓക്കെ, ആ മുറിപ്പാടുകൾ ഇപ്പോഴും ഉണ്ട്. ചന്ദനക്കാവിന്റെ ഓർമ്മയ്ക്കായി ആ മുറിപ്പാടുകൾ ഇപ്പോഴും കാണും. കൃത്യമായ സ്വാഗതം. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട ക്രിസോസ്റ്റം. അച്ഛൻ ഗോളടിച്ചു തുടങ്ങി. ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും ഈ വാഹനത്തിന്റെ ഏറ്റവും അവസാന സീറ്റിൽ ഇടം പിടിച്ചുകൊണ്ട് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന അടുത്ത സാറിനെ പറഞ്ഞപ്പോൾ അടുത്തയാളെന്ന് പറയുന്നത് മിസ്സസ് പടയപ്പൻ. ഉല്ലാസയാത്രയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അടുത്തത് ആരായിരിക്കും? അടുത്ത ഈ ഗ്രൂപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചെയ്യാനുള്ളത് പ്രിയപ്പെട്ട ജോർജ് ക്രിസോസ്റ്റം. ഈ ഗ്രൂപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ലോകത്തെന്ന് തോന്നുന്നു. എന്നാൽ ഈ ഗ്രൂപ്പിലേക്ക് ഇപ്പോഴത്തെ ഒരു വിഷയം എല്ലാവരും ഉണ്ട്. ഓക്കെ ഓക്കെ. അടുത്ത ജോർജ് ക്രിസോസ്റ്റം കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറമാൻ, നമ്മുടെ വീഡിയോഗ്രാഫർ, നമ്മുടെ എഡിറ്റർ, നമ്മുടെ എല്ലാമായ ആരായിരിക്കും? മേരി ക്രിസോസ്റ്റം.
ഗ്രൂപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ നിർവഹിച്ച് ഈ വീഡിയോ ഫുൾ യൂട്യൂബിലൊക്കെ പ്രകാശനം ചെയ്ത പ്രിയപ്പെട്ട സഹോദരി നമ്മുടെ കുഞ്ഞിനെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യും. അടുത്തത് വെല്ലിമൂടിന്റെ അഭിമാനമായ വെല്ലിമൂടിന്റെ രൂപാന്തമായ സ്വാഗതം ചെയ്യും. പാടില്ല. അടുത്ത ആളെന്ന് പറയുന്നത് മുനിയപ്പ ആയിരപ്പോ. അടുത്ത ആളെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി 1 വർഷമായി ശ്രമിച്ചുകൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കൈവച്ചിട്ട് തലേ ദിവസം എല്ലാവരെയും അമ്പരിച്ചുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ കാലുകുത്തിയ പ്രിയപ്പെട്ട ലീനയെ ഈ ഗ്രൂപ്പിലേക്ക് കൃത്യമായ പ്രിയപ്പെട്ട മുനിയപ്പയുടെ ലീനയുടെ എന്റെ പേര് പറഞ്ഞില്ല. ഓക്കെ, അവരുടെ മൂത്ത കുഞ്ഞായ പേര് പറഞ്ഞു അറിയപ്പെട്ടോ. ഈ ഗ്രൂപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി ആദ്യം ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. ഏറ്റവും നീളം കുറഞ്ഞ മനുഷ്യൻ, ഒട്ടും വണ്ണമില്ലാത്ത, കിലോയിൽ 45 കിലോ മാത്രം ഭാരവുമുള്ള വെറും പ്രിയപ്പെട്ട ഞാനാണ്. ജോർജ് കഴിഞ്ഞ അടുത്ത ആളെന്ന് പറയുന്നത് എന്റെ സഹധർമ്മിണിയാണ്, പ്രിയപ്പെട്ട ലവ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും കൃത്യമായ ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട സാന്റോയെ ഈ ഗ്രൂപ്പിലേക്ക് അത്രയൊക്കെ ഒപ്പിച്ചെടുത്തില്ലേ? 2025 വിട പറഞ്ഞ ഈ സമയത്ത് 2026 നമ്മൾ പദം വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ആദ്യ യാത്ര പൊന്മുടി വഴി കോവളത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട വികാരിയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. ഇനിയും നമ്മുടെ യാത്രയിൽ ആദ്യമായി പങ്കെടുക്കുന്ന മക്കു കൊക്കുവിനെ ായ കാര്യം. ഇനിയും ലോകത്ത് എവിടെയായാലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം. നമ്മളുമായി മറക്കാത്ത ഒരു യാത്രയുടെ ആരംഭം കുറിച്ചിരിക്കുന്നു. കടന്നു വന്ന മക്കുവിനെയും കുക്കുവിനെയും ഒരിക്കൽ കൂടി കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അവർ പേഴ്സണലായി ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന് പരിചയപ്പെടുന്ന ഒരു അഗോചന നിമിഷമാണ്. പറഞ്ഞോ, എന്താ ചെയ്യുന്നു, എന്താ പഠിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞോ. ഞാൻ സെക്കൻഡ് ഇയർ BSc ഇംഗ്ലീഷ് പറഞ്ഞില്ല, 2ാം വർഷം നഴ്സിംഗ് ബിരുദം പഠിക്കുന്നു. ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ പഠിക്കുന്നു. പേര് ശബ്ദം മക്കുവിന്റെ ഒറിജിനൽ പേര് എന്നറിയപ്പെടും. എന്റെ ശരിക്കും വീട്ടിൽ വിളിക്കുന്നത് പൊന്നുവാണ്. ഒറിജിനൽ പേര് EMI.
നഴ്സിംഗ് കഴിഞ്ഞ് 4th ഇയർ കഴിഞ്ഞ് പ്രാക്ടിക്കൽ. ഓക്കെ, വെൽക്കം ടു ഹാപ്പി ഹൈവ്സ്. വെൽക്കം ടു ഹാപ്പി ഹൈവ്സ്. ഓക്കേ, അപ്പോൾ അങ്ങനെ ഒടുവിൽ ആ യാത്ര തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ദ ലോങ് ടേം പ്ലാനിങ് ഹാസ് കം ടു ആൻ എൻഡ്. ഞങ്ങൾ കുറേ പ്ലാനുകൾ കൊണ്ടാണ് പോയതെങ്കിലും ആ പ്ലാനുകളെക്കാൾ ഉപരി കുറേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. ഒരുപക്ഷെ അതായിരിക്കും ആ ട്രിപ്പിനെ ഇപ്പോഴും ഞങ്ങൾ നന്നായി ഓർക്കുന്നതിനുള്ള കാരണം. So we'd like to welcome you all to this journey to tag along with us Happy Hives. പക്ഷെ അതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാനും നിർത്തി. ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ഒരു പൊതിച്ചോറുമായാണ് എല്ലാവരും ഇറങ്ങിയത്. പല കൂട്ടം കറികളുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചും കുശാലായി. എന്നാൽ ഇവർ കഴിച്ചിരിക്കുന്ന സമയത്ത് ഈ ട്രിപ്പിന് കാരണമായ ഈ ഹാപ്പി ഹൈവ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് അറിയണ്ടേ? എങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ആ കഥ കേട്ടിട്ട് വന്നാലോ, എങ്ങനെയാണ് ഇതിനൊക്കെ തുടക്കം കുറിച്ചതെന്ന്. ഈ കഥ പൂർത്തിയാവണമെങ്കിൽ ഇതിലെ 4 മുഖ്യ കഥാപാത്രങ്ങൾ ഒരാളെ കൂടെ നിങ്ങൾ പരിചയപ്പെടാനുണ്ട്. നമ്മുടെ സ്വന്തം ജോജോ അങ്കിൾ. ജോജോ അങ്കിളിൻ്റെ ഈ ട്രിപ്പിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഹാപ്പി ഹൗസിലെ മുഖ്യ കഥാപാത്രമാണ്. അങ്ങനെ എല്ലാ കഥകളും തുടങ്ങുന്നത് പോലെ വൺ ഫൈൻ ഡേ ഞങ്ങളെല്ലാവരും പള്ളിയിൽ നിന്ന് കൊയറിൻ്റെ ട്രിപ്പ് പോവുകയായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പിലുള്ള മിക്കവാറും പേര് കൊയറിലുള്ളത് കൊണ്ട് ഈ ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ആ ഒത്തുകൂടൽ. For us, it was a revolutionary trip. കാരണം ഈ ട്രിപ്പിനിടയിലാണ് ഈ 4 സുഹൃത്തുക്കൾ നമുക്കെന്നാ ഫാമിലി ആയിട്ടൊന്ന് കറങ്ങാൻ പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കന്യാകുമാരിയിലേക്ക് വണ്ടി വിട്ടു. ഞങ്ങളുടെ എല്ലാവരുടെയും 2ാമത്തെ യാത്ര. ആ ട്രിപ്പ് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും സക്സസ് ആയപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉഷാറായി തുടങ്ങി. പക്ഷേ ഈ ട്രിപ്പിൽ ഒരു ഫാമിലിയുടെ കുറവുണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാറ്റസ് ഇടുന്ന കണ്ട ഉടനെ ഞങ്ങളെ വിരിച്ച് പരാതി പറയുകയും ചെയ്തു. നമ്മൾ കൊച്ചു എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം കൊച്ചമ്മ. അതുകൊണ്ട് അവരെ കൂട്ടി ഞങ്ങളൊരു യാത്ര തിരിച്ചു ടു ധനുഷ്കോടി. ഈ ട്രിപ്പോടുകൂടെ ഞങ്ങളുടെ ഗ്യാങ്ങിനൊരു പേര് കിട്ടി, ദി വൺ ആൻഡ് ഓൺലി ഹാപ്പി ഹൈവ്സ്. പിന്നെ ഈ ഒരു ഗ്രൂപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ ലീനാന്റെ നാട്ടിൽ വരുന്നതോടുകൂടെ ഞങ്ങളെല്ലാം ഒന്ന് ആക്റ്റീവ് ആവും. എന്നെ അറിയുമല്ലേ, ആനക്കാട്ടിൽ ചാക്കോച്ചി, ആണുങ്ങളിൽ ആണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, the cruel cold-blooded കുമ്മേൽ ഔതക്കുട്ടി, the aging but fearless boost tycoon
കുന്നേൽ മത്തച്ഛൻ, പിന്നെ കള്ളു കച്ചവടക്കാർക്കിടയിലെ കറ്റാസ്ട്രോഫിക് ഡോൺ, ദ മോസ്റ്റ് ഡ്രെഡഡ് സെൽഫ് സ്റ്റൈൽ വാർലോർഡ്, കടയാടി ബേബി. Back to the present time. Excuse me, girls. എന്തിനായിരുന്നു ഇത്? അത് വണ്ടി കണ്ടിട്ട് അവിടെ ഏത്തക്കാപ്പം തിന്ന് തീർന്നോ? ഏഞ്ചലിനെ കിട്ടിയോടി? കിട്ടിയോ? ഏഞ്ചൽ കിട്ടിയോ? ഒരു നോക്ക് സാൻഡോ. ഓക്കെ, ഇങ്ങോട്ട് നോക്ക് കുഞ്ഞേ, ഇങ്ങോട്ട് നോക്ക് പെണ്ണേ. അയ്യോ അങ്ങോട്ട് മാറല്ലേ, വണ്ടി ഇടിച്ചോണ്ട് അങ്ങ് പോവും. അതാണ് എടുക്കേണ്ടത്. ആ എടുക്കാം എടുക്കാം. കോഫി ഏകനായി നിൽക്കുന്ന മനുഷ്യനെ കാണിച്ചത്. ചായപ്പൊടിയുടെ ഇടയ്ക്ക് തേയില വയ്ക്കാൻ നിൽക്കുമെന്നോ? 100 രൂപ. ചേച്ചിയെ കാണിച്ചില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. പൊന്മുടി CHSE തട്ടുകടയിലാണ്. വളരെ ഉന്നത നിലവാരമുള്ള ഇവിടെ തന്നെ റെഡിയാക്കിയ തേയിലയാണ്. വളരെ വില കുറച്ച്, ഏകദേശം അര കിലോയ്ക്ക് 150 രൂപ മാത്രം വിലയുള്ള തേയിലയാണ്. 100 രൂപ മാത്രം വിലയുള്ള തേയിലയാണ് ഇവിടെ വിൽപ്പന.
ഞങ്ങൾ ആ തേയില ഉപയോഗിച്ചുള്ള ചായയാണ് ഇപ്പോൾ കുടിച്ചത്. നമ്പർ 1 രുചിയിലുള്ള ചായയാണ് നമുക്കിവിടെ ലഭ്യമാകുന്നത്. അപ്പോൾ ഇത് 2 എണ്ണം എനിക്ക് ഓർമ്മ. Not in my arms. Promise that I will keep you warm if you just don't go too far. But if you call my name, just leave your heart open. Besties, ondirine hi parayu. And I'll find you again. നമ്മളിപ്പോ എങ്ങോട്ടാ പോന്നെ? അങ്ങനല്ല, നമ്മൾ യഥാർത്ഥം ഇപ്പൊ എങ്ങോട്ടാ പോന്നെ? എന്തായാലും ഇനി റൂമിൽ പോയിട്ട് കുളിച്ചൊന്ന് ഫ്രഷ് ആവണം അല്ലേ? അതെ, ഫുഡ് അടിക്കണം. ചേച്ചി ടയേർഡായോ? Also ആയിട്ടില്ല. Because the night is still bright and young. Yeah. Okay. ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി പപ്പയുടെ വക ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കെ ദാ വരുന്നു 2 ഗസ്റ്റ്. അത് മറ്റാരുമല്ലായിരുന്നു, 2 പോലീസുകാരായിരുന്നു. പക്ഷേ അവരും ഞങ്ങളുടെ വൈബായിരുന്നത് കൊണ്ട് ആ കോവളം ബീച്ച് ഞങ്ങളുടെ റൺവേ ആക്കി ഹാപ്പി ഹൈവ്സിൻ്റെ മുഴുവൻ ഒരു ഫാഷൻ ഷോ അന്നങ്ങ് നടത്തി. ഫൺ ഫാക്ട്, ദിസ് വീഡിയോ വാസ് ടേക്കൺ ബൈ ദോസ് 2 policemen. So that was all for the part 1 video. The part 2 will come soon, and stay tuned for more crumbs of happy hives.